ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ അതാ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ 2-3 ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ചെറിയ പല്ലുവേദനയും ഇതൊക്കെ ആയിട്ട് അതിൻ്റെ പിന്നാലെയായിരുന്നു. ഹോസ്പിറ്റലിൽ പോക്കും വരവും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ വീഡിയോസൊന്നും ഇടാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അത് അന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നെന്ന് പറഞ്ഞാൽ സാറ്റർഡേ എൻ്റെ ഫ്രണ്ടും ഫാമിലിയും വരുന്നുണ്ട്. അപ്പോൾ ഓല് ഈ വഴി പോകുമ്പോൾ തൃശ്ശൂർ പോവാണ്. അപ്പോൾ ഒരു വഴി പോകുമ്പോൾ അങ്ങനെ ഇവിടെ കയറി പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓല് വരുന്നുണ്ട്. പെട്ടെന്നുണ്ടായ പരിപാടിയാണ്. അപ്പം എന്നാൽ ഓല് ഏതായാലും വരുന്നുണ്ടല്ലോ, അപ്പോൾ എന്നാൽ ഓൽക്കൊരു ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും പിന്നെ ഒരു പുഡിങ്ങും അങ്ങനെ സിമ്പിളായിട്ട് ഒരു ഫുഡ് ഒരുക്കിയിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷം അതാണ്. അപ്പോൾ ഒരു വന്നതും ഫുഡ് ഉണ്ടാക്കലും ക്ലീനിങ്ങും അങ്ങനെയൊക്കെ പാടുള്ള ഒരു ദിവസം എന്നെക്കൊണ്ട് പറ്റുന്ന മാതിരി വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ആദ്യം പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പാലൊക്കെ തിളപ്പിച്ചിട്ട് ആദ്യം പുഡിങ് റെഡിയാക്കാൻ വിചാരിച്ചിട്ട് പാല് തിളപ്പിക്കാൻ വെച്ചു. പാല് തിളപ്പിക്കാൻ വെച്ചതും ബിരിയാണിക്കുള്ള ഉള്ളിയും തക്കാളി അങ്ങനത്തെ നമ്മൾ മുറിച്ച് വെക്കേണ്ട സാധനങ്ങളൊക്കെ മുറിച്ച് വെച്ചിട്ട് പിന്നെ ക്ലീനിങ്ങും ഇതൊക്കെ ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ പാല് വെച്ചത് പാല് തിളച്ചിട്ടുണ്ട്. പാല് തിളച്ചത് നല്ലോണം ചൂടാറിട്ടാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ മാംഗോ സാഗോ പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിക്ക് 4 മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത 4 മാങ്ങയാണ്. അതിക്ക് 3 മാങ്ങ ഇങ്ങനെ ചെറുതാക്കി മുറിച്ചിട്ട് കട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഒരു മാങ്ങ ഫുള്ള് അതിൻ്റെ പൽപ്പൊക്കെ എടുത്തിട്ട് നല്ല മിക്സിയിലൊന്ന് അടിച്ചിട്ട് ഈ ചൂടാറിയ പാലിൽ മിക്സാക്കി വെക്കണം. ഈ പാല് തിളക്കുമ്പോൾ നമ്മളതിക്ക് മിൽക്ക് മെയ്ഡ് ഇടണം കേട്ടോ. ഞാനത് വീഡിയോ എടുത്തിരുന്നു, പക്ഷെ അത് ഇതിൽ പെട്ടിട്ടില്ല തോന്നുന്നു. നമ്മൾ മിൽക്ക് മെയ്ഡ് ഇട്ടിട്ട് മിക്സ് ആക്കണം. എന്നിട്ട് മാംഗോ മിക്സിയിൽ അരച്ചത് ഈ പാലിക്കിടുക. പിന്നെ ഫ്രഷ് ക്രീം ഇടുക. പിന്നെ നല്ല കട്ടി തേങ്ങാപ്പാൽ കേട്ടോ, അതും ഇത് വീഡിയോ ഇതിന് മിക്സ് ആയിട്ടുണ്ട്. കട്ടിയില്ല തേങ്ങാപ്പാലും ഇതിലേക്ക് മിക്സ് ആക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പുഡിങ്ങാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ അതിക്ക് മാങ്ങ ഇടുക. ഈ തണുത്ത പാലിക്ക് ഈ മാങ്ങ ഇട്ടിട്ട് നല്ല മിക്സ് ആക്കുക. അങ്ങനെ മിക്സ് ആക്കുമ്പോൾ ഇതിൻ്റെ പാത്രം ചെറുതായിട്ടോ, അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമുക്ക് ഈ ഇതിക്ക് ചൗവരി ആ കണ്ണുമാതിരി ഉണ്ടാവില്ലേ, പായസത്തൊക്കെ ഇടുമല്ലോ, അതാണ്. അത് നല്ല തിളപ്പിച്ചിട്ട് വേവിച്ചിട്ട് അതും ചൂടാറിയിട്ട് ഇതിക്കിടുക. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതിന് പെട്ടെന്ന് ആരെങ്കിലും പെട്ടെന്ന് വരാമെന്ന് അറിയുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ്, പക്ഷേ നല്ല തണുക്കണം. ആ ഒരു ടൈമേ ഇതിന് വേണ്ടുള്ളൂ. തണുത്ത് ഫ്രീസറിൽ വെച്ചിട്ട് നല്ല തണുപ്പിച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിക്കാരം. പിന്നെ ലാസ്റ്റൊക്കെ കുറച്ച് ഉപ്പിട്ടിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് അങ്ങനെ പുഡിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞു. എന്നിട്ട് ഇതൊന്ന് നല്ലോണം തണുക്കാൻ ഫ്രീസറിൽ വെക്കാം. ഇനി നമുക്ക് ബിരിയാണീൻ്റെ പരിപാടി തുടങ്ങാം. അപ്പോൾ ബീഫ് ബിരിയാണി ഉണ്ടാക്കണേ. അപ്പോൾ ആദ്യം തന്നെ ബീഫ് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അതിക്ക് കുക്കറിൽ ഉപ്പ്, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് ഇത്ര ഇട്ടിട്ട് നല്ല ഒന്ന് കൈകൊണ്ട് തന്നെ നല്ല ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് വേവിച്ചാൽ വെക്കണം. ഇവിടെ അടുപ്പില്ലാത്തതുകൊണ്ട് ഞാനൊക്കെ ഗ്യാസുമ്മ തന്നെയാണ് വെക്കൽ. അപ്പോൾ ബിരിയാണിയൊക്കെ ഗ്യാസുമ്മ തന്നെ ഉണ്ടാക്കൽ. വീടുണ്ടാക്കുമ്പോൾ തന്നെ അടുപ്പുണ്ടാക്കിയിട്ടില്ല. അതിൻ്റെ ഒരു സ്ഥലം മുടക്ക് കാരണം നമ്മൾ എത്ര സ്ഥലം ഉണ്ട് അതിനനുസരിച്ചിട്ടല്ലേ വീടുണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ അടുപ്പുണ്ടാക്കിയാൽ ആ സ്ഥലം കൂടിയും വേസ്റ്റ് ആവും എന്ന് പറഞ്ഞിട്ട് അടുപ്പുണ്ടാക്കിയിട്ടില്ല. ഇനിയിപ്പോൾ ഗ്യാസ് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ അങ്ങനെ ബീഫ് വേവിച്ചാൻ വെച്ചു. ഇനി ചിക്കൻ കഴുകിയിട്ടുണ്ട്. അത് ഫ്രൈ ആക്കാനുള്ള മസാല ഒക്കെ തേച്ചിട്ട് അതൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ ചിക്കൻ ഫ്രൈ ആക്കാൻ 3 ടീസ്പൂൺ മുളകും പൊടി, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഗരം മസാല, വളരെ കുറച്ച് മതിട്ടോ, ഉപ്പ്, പിന്നെ വിനാഗിരി, കോൺഫ്ലോർ. അങ്ങനെ ഞാൻ വല്ലാതെ വേറെ ഒന്നും മിക്സ് ചെയ്യണില്ല. ജസ്റ്റ് ഇത്ര മാത്രം ഇട്ടിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചിക്കനും കൂടി ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് അതും കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണമല്ലോ. അപ്പോൾ ഇത് രാവിലെ തന്നെ നമ്മൾ ഈ ചെറിയ പരിപാടിയൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചാൽ നമുക്ക് പിന്നെ ക്ലീനിങ്ങും ബിരിയാണിയും കൂടി ഒന്നിച്ച് അങ്ങനെ ക്ലീനിങ്ങും അതിൻ്റെ ഇടയിൽ വന്ന് ബിരിയാണി ചെയ്യുക, അങ്ങനെ ഒന്നിച്ച് അങ്ങോട്ട് പോവുക.
ഇങ്ങനത്തെ ചിക്കന് മാരിനേറ്റ് ആക്കി വെക്കുക, ബീഫ് വേവിച്ച് വെക്കുക, സാധനങ്ങളൊക്കെ മുറിച്ച് വെക്കുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളെ പണി കുറേയൊക്കെ നമുക്ക് പെട്ടെന്ന് തീർക്കണ മാതിരി നമ്മൾ തന്നെ സെറ്റാക്കി വെക്കണം. അപ്പോൾ അതാ ചിക്കൻ്റെ മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതൊക്കെ ഒരു ബോക്സിലാക്കിയിട്ട് നമുക്കിത് ഇനി ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ അതാ ബീഫ് ഏകദേശം വേവാറായിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കാം. ഒരു ബിരിയാണി പോട്ടിൽ എണ്ണ ഒഴിച്ചിട്ട് ഉള്ളി ഞാൻ ഇപ്രാവശ്യം കേരള ബിരിയാണി ഇട്ട് ഉണ്ടാക്കണം. ഇവിടുത്തെ ബിരിയാണി ഉണ്ടാക്കണേ, എൻ്റെ അവിടുത്തെ ബിരിയാണിയല്ല, കേരള ബിരിയാണി ഉണ്ടാക്കണേ. അപ്പോൾ ഓയിലൊഴിച്ച് അതിക്ക് ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഉള്ളി ഒന്ന് വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ എടുക്കാം. ബിരിയാണി ആക്കുമ്പോൾ എന്താ അറിയോ, നമുക്ക് ഉള്ളി വേവിച്ച വെച്ച സമയത്ത് നമുക്ക് കുറേയൊക്കെ നമ്മളെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ ആ സമയത്ത് അങ്ങോട്ട് നമുക്ക് ചെയ്യാം. എന്തായാലും ഉള്ളി നല്ല വെന്ത് വരണമല്ലോ, നല്ലൊന്ന് വെന്ത് വരണമല്ലോ. ആ സമയം കൊണ്ട് നമുക്ക് കുറേയൊക്കെ നമ്മളെ പണികൾ പെട്ടെന്ന് തീർക്കാം നമുക്ക്. അങ്ങനെ ഉള്ളി വേവിച്ച വെച്ചിട്ട് പിന്നെ അടുത്ത പണിക്ക് പോവുകയാണ്. അപ്പോൾ അത് അങ്ങനെ ഉള്ളിയും വേവിച്ച വെച്ചു. പിന്നെ നമുക്ക് അരി തിളപ്പിക്കാനുള്ള വെള്ളം നമ്മൾ സിമ്മിൽ വെച്ചിട്ട് നെക്സ്റ്റ് ക്ലീനിങ് പരിപാടിക്ക് പോവുകയാണ്. അപ്പോൾ അത് അടിച്ചു വരണമുണ്ട്, അതിൻ്റെ ഇടയിൽ പോയിട്ട് ഉള്ളി എന്തായിക്കണമെന്നുണ്ട് അത് നോക്കണമുണ്ട്. എൻ്റെ വീട് എന്താ അറിയോ, നമ്മൾക്ക് പറ്റിയ ചെറിയൊരു വീടായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലായിടത്തും ഒരേ സമയം നമുക്ക് എല്ലാ പണിയും ഒരേ സമയം നമുക്ക് എടുക്കുമ്പോൾ എല്ലായിടത്തും നമ്മളെ കണ്ണെത്തും. ഇപ്പം നമ്മൾ ക്ലീനിങ് ആക്കുകയാണെങ്കിലും വേഗം പോയിട്ട് കിച്ചണിൽ എന്താ ഉള്ളത് നോക്കാനും അവിടുന്ന് പിന്നെ നമ്മളെ വന്നിട്ട് നെക്സ്റ്റ് ക്ലീൻ ചെയ്യാനും ഒക്കെ നമുക്ക് സൗകര്യമില്ല മാതിരി ടൈപ്പിൽ ഉണ്ടാക്കിയതാണ്. വീട് ഉണ്ടാക്കുമ്പോൾ തന്നെ ഇക്കനോട് പറഞ്ഞു, എനിക്ക് വലിയ വീട് വേണ്ട, എത്ര ചെറുതാവോ അത്ര ചെറുത്, എല്ലാ സൗകര്യത്തിലും അത്ര ചെറിയൊരു വീട് മതി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ചെറിയ വീട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇക്കനോട് ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നു, വീട് ഉണ്ടാക്കുകയാണെങ്കിൽ ചെറിയ വീട്, റൂമും കുറച്ച് മതി, ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകാൻ വലിയ ദൂരമോ വലിയ നടത്തോ ഒന്നും പാടില്ല. ആദ്യമൊക്കെ സമ്മതിച്ച് തന്നെ ഉണ്ടായിരുന്നില്ല, അങ്ങനെയൊന്നും ഇവിടെ പറ്റൂല, അങ്ങനെ വേണം, ഇവിടെ എങ്ങനെ വേണം, അത്ര റൂം വേണം. എന്തായാലും നമ്മൾ ഇക്കൻ്റെ ഫാമിലി വലുതാണ്, എൻ്റെ ഫാമിലി ഇടയ്ക്കിടയ്ക്ക് വരും, അപ്പോൾ ഗസ്റ്റുകൾ കുറേ ഉണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു എല്ലാവരും വന്നു പോവലെ ഇക്കാലം, ഈ വീട്ടിൽ പിന്നെ നിൽക്കുന്നതും ക്ലീനിങ്ങും നമുക്ക് ഒന്ന് വേവിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലത്തെ ഒരു വീട് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഒരു ചെറുമട്ടത്തിൽ എന്നെക്കൊണ്ട് എനിക്കൊരു പനി വന്നാലും എന്നെക്കൊണ്ട് പെട്ടെന്ന് ക്ലീനാക്കാൻ പറ്റുന്ന, ഇനിയിപ്പോൾ ഒരു പരിപാടിയാണെങ്കിൽ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഒരു പരിപാടി നടത്താനുള്ളൊരു ഇത് ഈ വീട്ടിലുണ്ട്. മാഷാ അല്ലാഹ്. ഒരു പനിയാണെങ്കിലും നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാനും നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ട്. കുറേ വലിയ വീടായാലും ക്ലീൻ ചെയ്യാനും ബുദ്ധിമുട്ട്, പിന്നെ ക്ലീൻ ചെയ്തിട്ടില്ല എന്നിട്ട് അതൊരു മനസ്സിക്കൊരടങ്ങാറ്, പിന്നെ കുക്കിംഗ് ചെയ്യുമ്പോൾ ഇനി ക്ലീനിങ് ഉണ്ടല്ലോ എന്നിട്ട് ആ ഒരു ടെൻഷന്, അങ്ങനത്തെ മാഷാ അല്ലാഹ് അങ്ങനത്തെ ഒരു ഇതേ ഇല്ല. കുക്കിംഗ് ചെയ്യുമ്പോൾ നമുക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരും, ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇനിയിപ്പോൾ കുറച്ച് സമയമല്ലേ ഉള്ളൂ ക്ലീൻ ചെയ്യാൻ വേണ്ടേ, അത്രയും സ്പേസേ ഉള്ളൂ നമുക്ക്, അത് മതി നമുക്ക്. നമ്മളതിന് ഇനിയിപ്പോൾ ആര് വന്നാലും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാനും വരുന്ന ആൾക്കാരും തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട്
ഇവിടെ നിൽക്കും എല്ലാവരും. അപ്പോൾ അതാ പറഞ്ഞ് ബിരിയാണീൻ്റെ കാര്യം വിട്ടുപോയി. ഉള്ളി നല്ല ഒന്ന് വെന്ത ശേഷം തക്കാളി ഇട്ടു. തക്കാളി ഇട്ടിട്ട് അത് നല്ല ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് അടുത്ത പണിക്ക് നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞല്ലോ, ഒരു പണിയാകുമ്പോഴത്തേന് അടുത്ത പണി നമുക്ക് ചെയ്യാനുള്ള ഒരു സമയമുണ്ട്, അതിനില്ല. അപ്പോൾ നമുക്ക് എന്തൊരു പണിയെടുക്കാനും നമുക്കൊരു ഇൻട്രസ്റ്റ് ആയിക്കാരം. മറ്റത് നമുക്ക് മനസ്സിക്ക് തന്നെ ഒരു ഇതായിക്കാരം, ഇനി അതുണ്ടല്ലോ, ഇനി ഇത് ചെയ്യാനുണ്ടല്ലോ, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു പണി എടുക്കാനും നമുക്ക് തോന്നുമില്ല. അപ്പോൾ അതാ ഉള്ളിയും തക്കാളി വെന്ത ശേഷം ഞാൻ അന്ന് ഒരു ബിരിയാണിയിൽ കാണിച്ചില്ലേ മസാലകൾ ഞാനിങ്ങനെ അരക്കലാണെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പച്ചമുളകും ഇതൊന്നും അങ്ങനെ ഇടലില്ല കേട്ടോ. ഒക്കെ മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ഇടൽ. പച്ചമുളക്, മല്ലിച്ചപ്പ്, കുറച്ച് പുതിന, ഇതിൻ്റെ ഒക്കെ തണ്ടാണ് കേട്ടോ ഞാൻ അധികം ഇടൽ. ഇളയ തണ്ട് നോക്കിയിട്ട് അത്, പിന്നെ പെരുംജീരകം, ഇത് പിന്നെ ചെറിയൊരു ഉള്ളി, ഇത് ഇത്ര അരച്ചിട്ട് ഈ ഒരു മസാലയാണ് ഞാൻ ബിരിയാണീൻ്റെ മസാലയൊക്കെ ചേർക്കൽ. അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് അതും ഒന്ന് വെന്ത് വരട്ടെ ഒരു 5 മിനിറ്റോളം. അപ്പത്തിന് ഇതാ നമ്മളെ അവിടെ തുടച്ച അവിടെ ഭാഗത്ത് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ മാറ്റൊക്കെ ഇട്ട് അവിടെ ഒന്ന് സെറ്റാക്കാം. അങ്ങനെ അതാ അടുത്ത പണിക്ക് പോകുമ്പോഴത്തേന് നീച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഓനക്ക് ഫുഡ് കൊടുത്തിട്ട് ഓന് ഫുഡ് കഴിക്കാതിരിക്കുകയാണ്. ഞാൻ പിന്നെ സ്കൂളില്ലാത്ത ദിവസം ഞാൻ കുട്ടികളെ വിളിക്കാൻ പോകില്ല കേട്ടോ. ഓല് എപ്പോഴാണ് നീക്കണമെന്ന് പറഞ്ഞിട്ട് നീച്ചോട്ട് വെച്ചിട്ട് ആകെ ഒരു സാറ്റർഡേ സൺഡേ ഒക്കെ ഓൽക്ക് കിട്ടൽ. അപ്പോൾ പിന്നെ ഓല് നീക്കുന്ന സമയത്ത് ഓല് നീച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിക്കാൻ പോകില്ല. അപ്പത്തിന് എൻ്റെ പണികൾ എത്ര ആവും അത്ര ഞാൻ പെട്ടെന്ന് ഞാൻ തീർക്കാൻ നോക്കും. അങ്ങനെ അത് മോനും നീച്ചിട്ടുണ്ട്, മോളിന്നും നീച്ചിട്ടില്ല. നമ്മൾ സുബീക്ക് നീച്ചുമ്പോൾ നിസ്കരിച്ച് കിടക്കലാണ്, പിന്നെ എപ്പോഴാണ് ആവണു അപ്പോൾ നീക്കലാണ്, അങ്ങനെയാണ്. അപ്പോൾ അതാ അടുത്ത ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഉള്ളിലൊക്കെ ഒന്ന് തുടക്കാണ്ട് അതൊക്കെ തുടച്ചും കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ആ ഉള്ളിലും മുകളിലും താഴെയൊക്കെ തുടച്ചിട്ട് പിന്നെ വീണ്ടും കിച്ചണിക്ക് വന്നു. അപ്പത്തിന് ഇതാ ഞങ്ങളിട്ട മസാലയൊക്കെ ഒന്ന് വെന്ത് വന്നുകൊണ്ട് അപ്പം ഇനി നെക്സ്റ്റ് പരിപാടി നോക്കാം. വേഗം കൈയൊക്കെ കഴുകിയിട്ട് നെക്സ്റ്റ് ഇതിക്ക് മസാലകളിടാണ്ട് പൊടികളിടാണ്ട്. അപ്പം ഇനി അതൊക്കെ ഒന്ന് ഇടുക. അപ്പോൾ അതെന്നാൽ ഇനി ഇതിക്ക് മുളകും പൊടി 2 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, പിന്നെ മല്ലിപ്പൊടി ഒരു 4 ടീസ്പൂണ്. ഞാൻ 1.5 കിലോ ബീഫ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കണക്കാണ് കേട്ടോ. എൻ്റെ എന്ന് പറഞ്ഞാൽ നല്ല കളറും ഉണ്ട് മുളകും പൊടി, നല്ല എരിവുണ്ട്, അങ്ങനത്തെ മുളകും പൊടിയാണ്. അപ്പോൾ ആ കണക്കാണ് കേട്ടോ 2 ടീസ്പൂൺ ഞാൻ പറയണേ. പിന്നെ 2 ടീസ്പൂണ് 4 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് ഗരം മസാല. അങ്ങനെ ഈ പൊടികളൊക്കെ ഇട്ടിട്ട് ഏകദേശം എല്ലാവരും ഇതേമാതിരി തന്നെ ഉണ്ടാക്കൽ, ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊരു 5 മിനിറ്റ് നേരം നല്ലൊന്ന് എണ്ണയിൽ തന്നെ ഒന്ന് കടന്ന് ഫ്രൈ ആവണം ഈ പൊടികളൊക്കെ. അപ്പത്തിന് നമ്മളിനി ചോർക്ക് കൂട്ടാലെ തൈര് നമ്മൾ ഉണ്ടാക്കുമല്ലോ, അങ്ങനെ കച്ചമ്പർ, ഞങ്ങൾ കച്ചമ്പർ എന്നിട്ടോ പറയൽ ഞങ്ങളവിടെയൊക്കെ, ഇവിടെ വരും തൈര് എന്നാണ് പറയൽ. അങ്ങനെ തൈര് അതിൻ്റെലൊക്കെ റെഡിയാക്കാം. അപ്പത്തിന് ഇതാ ബീഫ് വെന്തിട്ടുണ്ട്. അങ്ങനെ ആ ബീഫും കൂടി മസാലയൊക്കെ ഇട്ടിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ തൈരിക്കുള്ള സാധനമൊക്കെ മുറിച്ചിട്ട് ഒരു സാധനം വരാണ്ടായിരുന്നു. ഇവിടെ അടുത്തൊരു കട ഉണ്ട്, നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും അവിടെ വിളിച്ചു പറഞ്ഞാൽ ഒരു കൊടുന്നു തരും. അപ്പോൾ പാലും എണ്ണയൊക്കെ വേണ്ടിയിരുന്നു. അപ്പോൾ അതൊന്ന് വിളിച്ചു തരുന്നതാണ്. അപ്പോൾ മൂപ്പർ ഇവിടെ തന്ന് പോയിട്ടുണ്ട്, അവിടെ വെച്ചിട്ട് പോവും. അങ്ങനെ ആ സാധനം വന്നു. അങ്ങനെ പാലൊക്കെ ഒന്ന് കഴുകിയിട്ട് അതൊന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്തേക്കാം. അപ്പോൾ അത് നമ്മളെ ബീഫും മസാലയും ഒക്കെ ഒന്ന് ആ വെള്ളമൊന്ന് വറ്റി വരണമല്ലോ, അതുവരെ നമുക്ക് സമയമുണ്ട്. അപ്പത്തിന് നമ്മളെ ചോറ് ഊറ്റാല്ല വെള്ളം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം ഞാൻ ആദ്യം തന്നെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വലിയ ഗ്യാസ്മേ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. നല്ലോണം തിളക്കാനുണ്ട്. അപ്പത്തിന് തൈരൊക്കെ പാർന്ന് അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് അതൊന്ന് മാറ്റി വെക്കണം.
അപ്പോൾ അതാ എന്താണ് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ 1.5 കിലോ ബീഫിക്ക് 1.5 കിലോ അരിയാണ് എടുക്കുന്നത്. ആ കണക്കാണ്. 1.5 കിലോ അരി എടുത്തിട്ടുണ്ട്. അത് നല്ല കഴുകിയിട്ട് ഞാൻ അരി ഇട്ട വീഡിയോ അതും കട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വെള്ളത്തിക്കൊക്കെ ഇട്ട് അരി വെള്ളത്തിക്കിട്ട് അത് തിളച്ചും കൊണ്ടുണ്ട്. ഇവിടെ നമ്മളെ മസാല റെഡി ആയിക്കൊണ്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽക്കിടേണ്ടത് തൈരാണ്. ഒരു 1/2 കപ്പ് തൈരിടാം. പിന്നെ മല്ലിച്ചപ്പും പുതിനയും കട്ട് ചെയ്തത് ഇതിക്കിടാണ്ട് നമ്മൾ അരക്കുമ്പോൾ അതിൻ്റെ തണ്ട് ഇളയ തണ്ട് നോക്കിയിട്ട് അത് അരച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതിക്ക് കുറച്ച് ബീഫൊക്കെ ഇട്ടതിന് ശേഷം മല്ലിച്ചപ്പും പുതിനയും ഒരു 1/4 കപ്പിൻ്റെ ഒരളവ്, എല്ലാവർക്കും ഇപ്പോൾ അളവ് അറിയണ്ടാവുമല്ലോ, അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ അത് പറയാനൊന്നും പോണില്ല. ഒരു അളവ് അതിക്ക് നമ്മളെന്താ കട്ട് ചെയ്തത് അതിക്കിട്ടു. ഇനി ഇതിക്ക് നമുക്കൊരു നാരങ്ങ നീര് ഒഴിക്കാണ്ട്, ഞാൻ നാരങ്ങ നീരും തൈരും രണ്ടും ഇടും കേട്ടോ. എന്നാലേ എനിക്കൊരു ആ ടേസ്റ്റ് പറ്റുള്ളൂ. അപ്പോൾ അതാ നാരങ്ങ നീര് ഇതാക്കിയിട്ട് അതും ഈ മസാലക്കും കുറച്ചിടും. പിന്നെ നമ്മൾ ചോറ് വേവിച്ചാൽ വെച്ചിട്ടില്ലേ, അരി വേവിച്ചാൽ വെച്ചിട്ടില്ലേ, അതിക്കും കുറച്ചിടും. ഇനി നമുക്കിതിലേക്ക് ലെയർ ആക്കാണ്ട് അതിൻ്റെ മുന്നേ ഒരു ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാണ്ട്. അപ്പോൾ ലെയർ ആക്കുമ്പോൾ ഉള്ളിയും മല്ലിച്ചപ്പൊക്കെ നമ്മളിങ്ങനെ ലെയർ ചെയ്യുമല്ലോ, അപ്പോൾ അതൊന്നും ചെയ്യാണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചു. അപ്പത്തിന് ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതൊക്കെ ഊറ്റിയിട്ട് അതൊക്കെ ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ അത് ചോറൊക്കെ ഒന്ന് ഊറ്റി വെച്ച് ഉള്ളി ഫ്രൈ ആകുമ്പോഴത്തേന് നമുക്കിവിടെ എല്ലാ പാത്രങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് കഴുകിയെടുക്കാം. ഞാൻ ഉണ്ടല്ലോ ആവണ പാത്രം അപ്പം കഴുകി വെക്കും. പിന്നെ നട്ട് മാറ്റി വെക്കലില്ല. എന്താ പറയുക, ഒന്നാമത് എൻ്റെ കിച്ചൺ ചെറുതാണ്, വെക്കാനുള്ള സ്ഥലമല്ല. അപ്പോൾ പിന്നെ ഈ പാത്രം കൂടി കൂട്ടി വെച്ചാൽ എനിക്ക് ഇവിടെ കൗണ്ടർ ടോപ്പുമേ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ എടുക്കണ പാത്രം പെട്ടെന്ന് കഴുകി വെക്കലാണ്. ഇന്നിപ്പോൾ ബിരിയാണി പരിപാടി ഇതൊക്കെ ആയതുകൊണ്ട് കുറച്ച് അധികം പാത്രമുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും പാത്രം ഉണങ്ങി കഴിഞ്ഞിട്ടേ ഇതിൻ്റെ ഉള്ളിൽ വെക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ ഇതൊക്കെ ഒന്ന് ഡ്രൈ ആവാൻ ബാക്കിൽ കൊണ്ടുപോയിട്ട് ഒന്ന് ഉണക്കിയിട്ട് അങ്ങോട്ട് കൊടുന്ന് വെക്കുകയുള്ളൂ. അല്ലെങ്കിൽ മുകളിൽ നമ്മളെ പ്ലേറ്റൊക്കെ വെക്കണ ഇതുണ്ടല്ലോ, അവിടെയാണ് സ്ഥിരം നമ്മൾ പാത്രം ഞാൻ കഴുകിയിട്ട് ഉണക്കാൻ വെക്കലും. ഇന്നിപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തായാലും കൊള്ളൂല. അപ്പോൾ കുറേ പാത്രമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് ബാക്കിൽ ഉണക്കാൻ വെക്കുകയാണ്. പിന്നെ അതാ നമ്മൾ എടുത്ത സാധനങ്ങളൊക്കെ എടുത്ത സ്ഥലത്ത് തന്നെ വെക്കുകയാണ്. മിക്സി വെച്ചു. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട മല്ലിച്ചപ്പും പച്ചമുളകും നാരങ്ങയും അതൊക്കെ നമ്മൾ എടുത്തിരുന്നല്ലോ, അതൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് ഫ്രിഡ്ജിൽ തന്നെ കൊണ്ടുപോയി വെച്ചു. ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് ക്ലീൻ ആക്കാണ്ട് അപ്പത്തിന് നമ്മളെ ഉള്ളി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഉള്ളി ഫ്രൈ ആയതും അതിക്ക് കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് ഗരം മസാല പൊടിയിട്ടിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്യണം. നല്ല മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇത് ലെയർ ചെയ്യുമ്പോൾ ഇതിടും. അപ്പോൾ അതാണ് നമുക്കിനി ദമ്മുക്ക് വെക്കാനുള്ള സമയമാണ്. അപ്പോൾ ബീഫിൻ്റെ മേലെ ആദ്യം കുറച്ച് ചോറിട്ടു. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത ഉള്ളിയും മല്ലിച്ചപ്പും ഗരം മസാല ഒക്കെ ഉണ്ടല്ലോ അതിട്ടു. പിന്നെ ഇതിൻ്റെ മുകളിൽ ലെമൺ ജ്യൂസ് ഉണ്ടല്ലോ, നമ്മൾ അപ്പോൾ എടുത്ത് വെച്ച ലെമൺ ജ്യൂസ് ഉണ്ടല്ലോ, അത് 2-3 സ്പൂൺ ഇട്ടു. പിന്നെ കുറച്ച് നെയ്യിടുക. പിന്നെ അടുത്തതും ഇതേമാതിരി തന്നെ കുറച്ച് ചോറിടുക, കുറച്ച് ഈ ഉള്ളിയും ആ മിക്സ് ഇടുക, പിന്നെ നാരങ്ങ നീരൊഴിക്കുക, പിന്നെ നെയ്യിടുക. അങ്ങനെ 2 ലെയറാക്കിയിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ദമ്മിന് വെക്കട്ടോ. നമ്മൾ അടിയിലൊരു പഴയ പാന് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ദമ്മിൽ വെക്കണം. കറക്റ്റ് 20 മിനിറ്റ് ആട്ടോ ദമ്മിന് വെക്കേണ്ട സമയം. എനിക്ക് നെയ്ച്ചോറും ബിരിയാണിയും ഒക്കെ ഞാൻ കറക്റ്റ് 20 മിനിറ്റിന് തന്നെ വെക്കൽ, എന്നാലേ എൻ്റെ ഇത് കറക്റ്റ് ആവുള്ളൂ. ഇനി ഇതാ ദമ്മിന് വെച്ചിട്ട് ഇനി ഇവിടെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കാണ്ട് ഇവിടുത്തെ പാത്രങ്ങളും ഇതൊക്കെ ഒന്ന് കഴുകിയിട്ട് അങ്ങനെ കിച്ചണത്തെ ഇതും കൂടി ഈ പാത്രങ്ങളൊക്കെ ഇപ്പോഴത്തെ പാത്രങ്ങളും കൂടിയും കഴിഞ്ഞാൽ എൻ്റെ പാത്രം കഴുകൽ കഴിഞ്ഞു. ഇനി ഇവിടെ ഒന്ന് ക്ലീൻ ആക്കാൻ തന്നെ ഉള്ളൂ.
അങ്ങനെ അതാ നമ്മളെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. ഇനി കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ആക്കാണ്ട് സോപ്പ് ഇട്ടിട്ടാണ് ക്ലീൻ ആക്കൽ. എപ്പോഴും എല്ലാ കുക്കിംഗ് ചെയ്താലും എന്ത് ചെയ്താലും സോപ്പ് ഇട്ടിട്ട് തന്നെ എനിക്ക് ക്ലീൻ ആക്കണം. എന്താ വൈറ്റ് കൗണ്ടർ ടോപ്പല്ലേ, അപ്പോൾ പിന്നെ സോപ്പ് ഇട്ടിട്ട് തന്നെ എനിക്ക് എന്തായാലും കഴുകേണ്ടി വരും. പിന്നെ എടുത്ത എണ്ണയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതാത് സ്ഥലത്ത് വെച്ചിട്ട് ഇനി ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കാണ്ട്. എൻ്റെ കൗണ്ടർ ടോപ്പുമ്പോൾ പിന്നെ വല്ലാതെ സാധനങ്ങളൊന്നുമില്ല കേട്ടോ. ആകെ ഇത്ര സ്ഥലമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അധികം വേറെ ഷോ പീസൊന്നും ഞാൻ വെച്ചിട്ടില്ല. ആകെ എൻ്റെ ഗ്യാസും ഇൻഡക്ഷനും എൻ്റെ ഒരു ചെറിയൊരു അമ്മിക്കല്ലും ഇതന്നെ ഉള്ളൂ. ബാക്കി എല്ലാ സാധനവും ഒക്കെ ഇതിൻ്റെ ഉള്ളിലാണ്. എന്താ എനിക്കിങ്ങനെ ചില വീഡിയോസൊക്കെ അങ്ങനെ കാണുമ്പോൾ ആഗ്രഹം തോന്നും കൗണ്ടർ ടോപ്പുമ്പോൾ ഇങ്ങനെയൊക്കെ വെക്കണം എന്നൊക്കെ. പക്ഷേ വെക്കാനുള്ള സ്ഥലമല്ല. എന്തൊക്കെ കുക്ക് ചെയ്യുമ്പോൾ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് ആകെ അങ്ങോട്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ പിന്നെ ഞാനൊന്നും വെക്കലില്ല. അപ്പോൾ അത് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇനിയിപ്പോൾ ഇവിടെയും കൂടിയുള്ളൂ ഒന്ന് അടച്ചോരി തുടക്കാൻ. അപ്പോൾ അതും കൂടിയും കഴിഞ്ഞാൽ എൻ്റെ ഇവിടുത്തെ ക്ലീനിങ് പരിപാടി കഴിഞ്ഞു. ക്ലീനിങ് പരിപാടിയും കഴിഞ്ഞു, അതിൻ്റെ ഒപ്പം തന്നെ ബിരിയാണി പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ അതാ കറക്റ്റ് 20 മിനിറ്റ് ആയപ്പോഴത്തേന് എൻ്റെ കിച്ചണത്തെ പരിപാടിയും ബാക്കത്തെ അടിയും തൊടിയും തുടച്ച തുണി കഴുകലും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ 20 മിനിറ്റായി ഇതൊന്ന് ഓഫാക്കി. അപ്പത്തിന് എൻ്റെ ഫ്രണ്ട് വന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവളോട് സംസാരിച്ചിട്ട് സമയമുണ്ടല്ലോ, ഇനി ഇവളോട് സംസാരിച്ചിട്ട് പിന്നെ കുളിക്കാൻ പോകാമെന്ന്. കുളിക്കാനും കൂടി ഉണ്ട്. ഒരിക്കൽ വിളിച്ചപ്പോൾ എൻ്റെ ഗസ്റ്റൊക്കെ വിളിച്ചപ്പോൾ അവരിനും എന്താ കൊണ്ടോട്ടിയോ അവിടെ ഇവിടെ എത്തിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വരുമ്പോൾ തന്നെ അത്യാവശ്യം സമയമുണ്ട്. അങ്ങനെ എന്താ ഞങ്ങൾ സംസാരിച്ച് വെള്ളമൊക്കെ കുടിച്ച് സംസാരിച്ചിട്ട് പിന്നെ അങ്ങനെ അവിടെ അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചും വർത്തമാനം പറഞ്ഞും കൂടി ഞങ്ങളങ്ങനെ ഇരുന്നു. പിന്നെ അതാ പുറത്ത് വന്നപ്പോൾ ഞങ്ങളതാ ചേച്ചി കണ്ടു. ചേച്ചിനോട് അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചു. കുട്ടികളൊക്കെ അത് അവിടെ അങ്ങനെ കളിക്കുകയാണ്. कुछ नहीं है ना, पपाया खाओ ना, पपाया कट करके रखा है। നീ കുളിക്കാണ്ട് പിന്നെ കുളിക്കാണ്ട് വെരി വെള്ളം കുടിക്കാം വെരി ചേച്ചിക്കോപ്പി दिखाया അങ്ങനെ അത് ഓള് പോയി. പിന്നെ ഞാൻ കുളിക്കാൻ പോയി. അങ്ങനെ കുളിച്ച് വന്ന് പിന്നെ നിസ്കരിച്ചിട്ട് ഇനി അടുത്ത ഇനിയിപ്പോൾ ചിക്കനും കൂടിയും ഫ്രൈ ചെയ്യാണ്ട് അതും കൂടിയും കഴിഞ്ഞു. അപ്പോൾ പിന്നെ അതും കൂടിയും ഫ്രൈ ചെയ്യട്ടെ എന്നിട്ട് എണ്ണ വെച്ചു. അങ്ങനെ അതും കൂടിയും ചെയ്യാൻ നിൽക്കുകയാണ്. അങ്ങനെ എണ്ണ ചൂടാക്കാൻ വെച്ചു. അപ്പോഴാണ് ഇവിടെ ഒരു ചെറിയൊരു ഗ്ലാസ് ഉണ്ട് കേട്ടോ. ഈ ഗ്ലാസ്സിൽ ഇങ്ങനെ ഈച്ചൊക്കെ വന്നിരുന്നിട്ട് ചെറിയ ഒരു പാടുണ്ടാവും. അതങ്ങനെ കാണുമ്പോൾ നല്ല ഇങ്ങനെ മനസ്സിലാവും. നമ്മളിങ്ങനെ എത്ര തുടച്ചാൽ വൃത്തിയാവാത്ത മാതിരിയായിക്കാരം. ഒരു ചെറിയ പുള്ളിയായിക്കാരം ഇങ്ങനെ ഒരു കുത്ത്. പക്ഷെ എന്താ ഈച്ച വന്നിരിക്കുമ്പോഴാണ് അത് ആ കുത്ത് വരുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് ക്ലീൻ ആക്കാണ്ട്. അപ്പോൾ ഞാൻ എണ്ണ ചൂടാകുന്ന സമയം അതൊന്ന് ക്ലീൻ ആക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ ഒന്ന് ചെയ്തു. ചിക്കൻ അതാ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതും കൂടിയേ ഉള്ളൂ. അങ്ങനെ ഇവർക്ക് വിളിച്ചപ്പോൾ അവരിനി എത്താനാവണുള്ളൂ, സമയമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അതാ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് ഒക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതാ ചിക്കൻ ഫ്രൈ ആയിക്കൊണ്ട് അപ്പോൾ ഒരു പണിയും കൂടി ബാക്കിയുണ്ട്. ഇനി തുണികളൊന്ന് തിരുമ്പാനും തിരുമ്പിയത് മടക്കി വെക്കാനും ഉണ്ട്. അങ്ങനെ അതും കൂടിയേ ഉള്ളൂ. അപ്പോൾ തന്നെ മുകളിൽ വന്നിട്ട് തുണികൾ ഇനി തിരുമ്പാടാണ്. മുകളിലാണ് കേട്ടോ എൻ്റെ വാഷിംഗ് മെഷീൻ ഉള്ളത്. അപ്പോൾ ഇനി അതിക്ക് തുണികളൊക്കെ ഇട്ട് അതൊന്ന് തിരുമ്പാണ്ട്. പിന്നെ എന്താ കയ്യിൽ തിരുമ്പലതൊക്കെ ഞാൻ ബാക്കിൽ കല്ലുമേ തിരുമ്പൽ.
ബാക്കിൽ ചെറിയൊരു കല്ലുണ്ട്. അല്ലാത്തതൊക്കെ പിന്നെ വാഷിംഗ് മെഷീനിൽ തന്നെ ഇടലാണ്. അങ്ങനെ അത് തിരുമ്പാട്ടു. ഇനി തുണികൾ ഉണങ്ങിയ തുണികളൊന്ന് മടക്കി എടുക്കാണ്ട് പിന്നെ ടീവിൻ്റെ ഈ തുണികളൊക്കെ കുറച്ച് ഉണങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മടക്കി വെക്കണം. ഞാനിങ്ങനെ തുണികൾ ഉള്ളിൽ കൊണ്ടുപോയിട്ട് വെച്ചിട്ട് മടക്കല പരിപാടിയില്ല കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് തന്നെ മടക്കിയിട്ട് കൊണ്ടുപോയിട്ട് അങ്ങനെ വെക്കലാണ്. ഇതിന്നോട് ഒരു താത്ത പറഞ്ഞതാണ്, എന്താ തുണികൾ നമ്മളിങ്ങനെ കൊണ്ടുപോയി റൂമിൽ വെക്കുക, അവിടെ കൂട്ടി വെക്കുക, പിന്നെ അവിടെ നിന്നൊന്ന് മടക്കി എടുത്തേക്കാം. അപ്പോൾ നമുക്ക് മടി പിടിച്ചിട്ട് നമുക്കത് ആ പണി ഒരു ഭയങ്കര ഒരു ഇടങ്ങാറായിട്ട് നമുക്ക് തോന്നും. സത്യം പറഞ്ഞാൽ സത്യമാണ്. ഫസ്റ്റൊക്കെ ഞാൻ അങ്ങനെ ചെയ്യണ്ടായിരുന്നു. തുണികളൊക്കെ എടുത്ത് റൂമിൽ കൊണ്ടുപോയി വെച്ച് പിന്നെ നമ്മൾ മടക്കി വെക്കാന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ മറക്കും. അപ്പത്തിന്നെ ഇക്കറ ആരെങ്കിലുമൊക്കെ ഗസ്റ്റ് ആരെങ്കിലുമൊക്കെ ആയിട്ട് വരും. അങ്ങനെ പിന്നെ ഈ താത്ത ഈ പറഞ്ഞ മുതൽച്ച ഞാൻ പിന്നെ എങ്ങനെ ചെയ്യാറും തുണികൾ നമ്മൾ ഉണക്കിയിടുമല്ലോ ഇവിടെ അയലുമേ, അവിടെ തന്നെ മടക്കിയിട്ട് ഇഞ്ചത്തുങ്ങത്തെ ഒരു കൊട്ടുണ്ട് അതിക്കിടും. പിന്നെ അവിടുന്ന് അങ്ങനെ ഓരോ നമ്മളെ എവിടെ തുണികൾ വെക്കണ്ടേ അതാത് റൂമിൽ കൊണ്ടുപോയി വെക്കലാണ്. തുണികൾ കൊടുന്നിട്ട് കൂട്ടിയിടുന്ന പരിപാടിയേ ഇല്ല. എനിക്ക് എപ്പോഴാണ് സമയം കിട്ടുന്നു അപ്പോഴേ ഞാൻ തുണികൾ മടക്കി വെക്കുള്ളൂ. അതുവരെ അതിലും ഉണ്ടായിക്കോട്ടെ, അത് റൂമിൽ ഇവിടെ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. റൂമിൽ വെക്കുന്ന സമയത്തേക്കാർ ആരെങ്കിലും വരില്ല. അപ്പം പിന്നെ ഞാൻ അങ്ങനെ ചെയ്യാറേ ഇല്ല. എൻ്റെ ഒരു റുട്ടീനെന്ന് പറഞ്ഞാൽ തുണികളുടെ റുട്ടീനെന്ന് പറഞ്ഞാൽ എന്താണ് മെയിനായിട്ട് എപ്പോഴാവണം അപ്പം തുണികൾ മടക്കി വെക്കുക. അത് മടക്കി വെച്ചതും നമ്മൾ കൊടുന്ന് എടുത്തേക്കുക. അപ്പോൾ ആ തുണികളൊക്കെ എടുത്ത് വെച്ചിട്ട് ബിരിയാണി ഒന്ന് നോക്കുകയാണ് എന്താ അയക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ആ ബിരിയാണിയൊക്കെ സെറ്റായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ചിക്കൻ ഫ്രൈയും കൂടി ഉണ്ട്, അതും കൂടി നോക്കുമ്പോൾ അതും ഏകദേശം ആവാനായിട്ടുണ്ട്. ഞാൻ അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഇനി ഈ എണ്ണ ഇനി ഞാൻ യൂസ് ആക്കൂലത് അങ്ങനെ കളയാണ്. ഈ എണ്ണ കളഞ്ഞിട്ട് ആ ചട്ടി ഒന്ന് കഴുകിയിട്ട് അതൊന്ന് ഉണക്കി എണ്ണ തേച്ച് വെക്കണം. ഐരൻ്റെ ആയതുകൊണ്ട് എന്താ പറയുക അതിന് ഐരൻ്റെ കാസ്റ്റ് ഐറനാണത് ആ ചീനച്ചട്ടി. അപ്പോൾ അത് കഴുകിയിട്ട് അപ്പം തന്നെ എണ്ണ തേച്ച് വെക്കണം. അങ്ങനെ അത് സെറ്റാക്കി വെച്ചു. അപ്പത്തിന് എൻ്റെ ഗസ്റ്റൊക്കെ വന്നിട്ടോ അങ്ങനെ ഓരൊക്കെ വന്നു. ഒരു വരുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതെന്തോ അത് പ്ലേ തന്നെ ആവണില്ല. അങ്ങനെ എഡിറ്റ് ചെയ്യാൻ സമയത്ത് അത് വരുന്ന തന്നെ അല്ല. അങ്ങനെ ഇതാ എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയനാണിത്, ഓൻ്റെ കുട്ടിയാണത്. അങ്ങനെ ഓരൊക്കെ വന്ന് ഫുഡ് കഴിക്കാനിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ആരാന്ന് കാണണ്ടേ, ഇവനാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്, റഫീഖ് എന്ന് അറിയും. അപ്പോൾ ഞങ്ങൾ ചെറുപ്പം മുതലേ ഒന്നിച്ച് പഠിച്ചിട്ട് വളർന്നതാണ്. 1ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. ഒപ്പം പോവുക ഒപ്പം വരിക അങ്ങനെയായിരുന്നു. ഞങ്ങളെ വാപ്പാരും ഓൻ്റെ അപ്പയും ഞങ്ങളെ വാപ്പയൊക്കെ ഓലും ഫ്രണ്ടാണ്. പിന്നെ ഒരു ഫാമിലിയാണ് നമ്മൾ. ഫാമിലിയിലേറെ നമ്മളെ ഫ്രണ്ട്ഷിപ്പ് എന്ന് തന്നെ പറയാം. 1ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ ഞങ്ങൾ ഒന്നിച്ചാണ് പോയതും വന്നതും ഒക്കെ. ഇപ്പോൾ അതാ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഉണ്ട്, ഓന് ബാംഗ്ലൂരാണ്. അങ്ങനെ അപ്പോൾ അങ്ങനെ ഓന് ഈ വഴി പോയപ്പോൾ അങ്ങനെ ഇവിടെ കയറിയതാണ്. കർണാടക അല്ല, കേരള ബിരിയാണി. അങ്ങനെ തന്നെ ഞങ്ങളെല്ലാവരും ഇരുന്ന് ഒന്നിച്ച് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നീച്ച് ഇനിയിപ്പോൾ പുഡിങ്ങും കൂടിയും കൊടുക്കാണ്ട് മാംഗോ സാഗോ പുഡിങ് ഞാൻ ഉണ്ടാക്കിയെന്നല്ലോ. ഫുഡൊക്കെ കഴിച്ചിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇത് പിന്നെ എടുക്കണത്. എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുക്കാൻ അങ്ങനെ പുറത്ത് വന്ന് ഇരുന്നതായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അപ്പയും അമ്മയൊക്കെ അവിടെ അങ്ങനെ നടന്നു പോയി ഇങ്ങനെ കണ്ടുവരികയാണ്. ഞങ്ങളത് അങ്ങനെ ഇനി പുഡിങ്ങൊക്കെ കൊടുത്തിട്ട് അങ്ങനെ അത് കഴിച്ചും കൊണ്ടിരിക്കുകയാണ്. എന്തേ അങ്ങനത്തെ ആ പുഡിങ്ങൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ കുറേ നേരം സംസാരിച്ചും കൊണ്ടിരുന്നു. ഇപ്രാവശ്യം വെക്കേഷന് പോയപ്പോൾ ഓനെ കാണാൻ പറ്റിയിരുന്നില്ല, അപ്പോൾ ഓനെ കണ്ടിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഓനും തിരക്കേനു, ഞങ്ങളും ഫുള്ള് തിരക്കേനു. അങ്ങനെ കുറേ നേരം സംസാരിച്ചിട്ട് അങ്ങനെ ഒരു ഇറങ്ങാനായി. നിങ്ങളെ ഞാൻ കാണിക്കൂട്ടോ അതിലിങ്ങനെ.
ആ ഞങ്ങളിപ്പോ അവിടെ താഴെ പോകണ്ടല്ലോ ഒരു കടക്ക്. അങ്ങനെ ഓലെ ഇറങ്ങാനായി. അപ്പോൾ ഐസിക്ക് പോകാൻ തന്നെ താല്പര്യമില്ല, ഓനക്ക് ഇവിടെ നിൽക്കണം, ഇവിടെ കളിക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ എന്താ ഓനിങ്ങനെ പറയുന്നു, ഓൻ എവിടെ പോയാലും ഇങ്ങനെ തന്നെയാണ്, പോണ സമയത്ത് ഓനക്ക് അവിടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോവില്ല, ഞാൻ ഇവിടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പാവം കുട്ടി കുറേ ഇങ്ങനെ ഇതായി. അങ്ങനെ കുറച്ച് നേരം അവിടെ അങ്ങനെ സംസാരിച്ചിട്ട് അങ്ങനെ പിന്നെ പോണ സമയത്താട്ടോ എൻ്റെ അടുത്ത് വന്നത്. അതുവരെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പോണ സമയത്തൊക്കെ വന്ന് ബായൊക്കെ പറഞ്ഞ് അങ്ങനെ ഓന് പോവാണ്. അങ്ങനെ അതാ ഞങ്ങൾ ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ അവർ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇതാട്ടോ ഇന്നത്തെ വിശേഷം. എന്താ അവർ വന്നതും കുക്കിങ്ങും ക്ലീനിങ്ങും ആകപ്പാടെ ഒരു ലെങ്തി വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക, എന്താ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എന്താണ് ലൈക്ക് ചെയ്യാതെ ആരും വീഡിയോ കാണരുത്, കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യണേ. അപ്പോൾ എല്ലാവരും എന്താ ഷെയർ ചെയ്യുക, എല്ലാവരും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്തിട്ട് അങ്ങനെ വീഡിയോസ് കാണാം. ഓക്കെ, ബൈ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. അങ്ങനെ ഇവരൊക്കെ പോയി